ശ്രീ ബി റജി, അത് നിങ്ങൾക്ക് എന്താണ് വർഗീയതയായി തോന്നാത്തത്? മുസ്ലിം ലീഗ് ഇങ്ങനെ കൂടിയിരുന്ന് ഇത്രയും വലിയ വർഗീയത പറഞ്ഞിട്ട് എന്താണ് നിങ്ങൾക്കത് വർഗീയതയായി തോന്നാത്തത് ബി റജി? നോക്കൂ ശ്രീ അജിം ഷാജി, ഇവിടെ ബാബറി മസ്ജിദ് തകർന്നപ്പോൾ കേരളത്തിലെ ഒരു പ്രതിസന്ധി പോലും ഉണ്ടാകാതെ കാത്തു സൂക്ഷിച്ചത് മുസ്ലിം ലീഗ് എന്ന പാർട്ടി കേരളത്തിൽ അയ്യോ, അതൊക്കെ തെറ്റിദ്ധാരണയാണ്. അതാണ് ഒന്നാന്തരം മുസ്ലിം വിരുദ്ധത. അതാണ് ഒന്നാന്തരം മുസ്ലിം വിരുദ്ധത. ഇവിടെ ഇടതുപക്ഷമടക്കം മതേതര ചേരികൾ ശക്തമായതുകൊണ്ടാണ് ഇവിടെ വർഗീയ കലാപം ഉണ്ടാകാതെ പോയത്. അതാണ് അതിൻ്റെ കരുത്ത്. മുസ്ലിം ലീഗ് അതിൽ അങ്ങനെ ബാബറി മസ്ജിദ് RSSുമായി ചേർന്ന് കോൺഗ്രസ് സർക്കാർ പൊളിച്ചു, അത് പ്രതിഷേധാർഹമാണ്, അത് മതേതര വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് അവർ രാജിവെച്ചോ? ഇല്ല. കാരണം അധികാരം പോകും, അധികാരത്തിനോടൊപ്പമായിരുന്നു എന്നും മുസ്ലിം ലീഗ്. അതിനുവേണ്ടിയാണ് ഈ വർഗീയതയൊക്കെ പറയുന്നത്. അങ്ങേയറ്റത്തെ മതേതരത്വ നിലപാടാണ് കേരളത്തില് ഈ മുസ്ലിം ലീഗ് സ്വീകരിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ മതമാണ് പ്രശ്നം. ഈ ഏതെങ്കിലും ഒരു സമുദായത്തിന് നഷ്ടപ്പെട്ടത് വീണ്ടെടുത്തു കൊടുക്കാനാണ് തങ്ങൾ അധികാരത്തിൽ ഏറേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് മറ്റൊരു പാർട്ടി പറഞ്ഞാൽ എന്തായിരിക്കും കോൺഗ്രസിൻ്റെ നിലപാട്? നിങ്ങളുടെ മുന്നണിക്ക് പുറത്തുള്ള ഒരു പാർട്ടി BJP പറയുകയാണ് ഹൈന്ദവർക്ക് നഷ്ടമായത് വാങ്ങിക്കൊടുക്കാനാണ് പറഞ്ഞത്. നിങ്ങൾ അംഗീകരിക്കുമോ? അതുപോലെ തന്നെയല്ലേ അപ്പുറം? നോക്കൂ, നമ്മൾ ഇത് കോണ്ടെക്സ്റ്റ് നിന്ന് മാറ്റി ഇതിനെ ഒരു പ്രത്യേകമായിട്ട് എവിടെയാണ് കോണ്ടെക്സ്റ്റ് മാറുന്നത്? ഇത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വർഗീയതയുടെ കോണ്ടെക്സ്റ്റ് തന്നെയാണ്. രണ്ട് വ്യത്യസ്ത ഘട്ടത്തിൽ പറഞ്ഞ രണ്ട് വാക്കുകളെ അടർത്തിയെടുത്തുകൊണ്ട് വ്യത്യസ്ത ഘട്ടത്തിൽ പറഞ്ഞ വാക്കുകളല്ല, രണ്ട് വ്യത്യസ്ത വേദികളിൽ പറഞ്ഞതാണ്. ആ രണ്ട് വ്യത്യസ്ത വേദികളിലും ഒരേ മനസ്സുമായാണ് KM ഷാജി എന്ന മുസ്ലിം ലീഗ് നേതാവ് പോകുന്നതെങ്കിൽ അത് മുസ്ലിം ലീഗിൻ്റെ നിലപാടാണ്. ഇന്ന് വരെ മുസ്ലിം ലീഗ് അത് തള്ളിപ്പറഞ്ഞില്ലെങ്കിൽ അത് മുസ്ലിം ലീഗിൻ്റെ നിലപാടാണ്. അതിനോടൊപ്പം കോൺഗ്രസും VD സതീശനും സണ്ണി ജോസഫും നിൽക്കുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസും അതിനെ അനുകൂലിക്കുന്ന നിലപാടാണ്. ഇതാണ് മനസ്സിലാക്കേണ്ട മലയാളം. ശ്രീ ബി റജി, നോക്കൂ, കേരളത്തിലെ ഒരു മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് ഇതുമായിട്ട് സമീകരിക്കുവാൻ അങ്ങ് ശ്രമിക്കരുത്. അത് തെറ്റാണ്. കാരണം മുസ്ലിം ലീഗിനെ എതിർക്കുന്നു, ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുന്നു, തെരഞ്ഞെടുപ്പ് വേദികളിൽ രൂപം കൊള്ളുന്ന വർഗീയത അത് ശരിയല്ല എന്ന് പറയുന്നു. ഇത് നിങ്ങൾക്ക് പ്രശ്നമാണ്. അതിനെ KM ഷാജിയുടെ പക്കാ വർഗീയതയുമായി കൂട്ടിക്കെട്ടരുത് താങ്കൾ പറഞ്ഞത് ഞാൻ യോജിക്കുന്നു. അത് ശരിയാണ്. പേര് നോക്കി ആളുകളുടെ മതം പരിശോധിക്കുന്ന, അങ്ങനെയല്ലല്ലോ അദ്ദേഹം പറഞ്ഞത്. അത് വിടൂ. നോക്കൂ, പേര് നോക്കി എന്നെ കാണാമോ? എന്തെങ്കിലും താങ്കളെ ശബ്ദം വ്യക്തമായി കേൾക്കാം. പേര് നോക്കി ആളുകളെ തിരിച്ചറിയുന്ന, ആളുകളെ വേർതിരിക്കുന്ന, മതപരമായിട്ട് വിവേചനം കാട്ടുന്ന, മതപരമായ ഒരു ധ്രുവീകരണം ഉണ്ടെന്ന് കാട്ടുന്ന ആ മനുഷ്യൻ നിൽക്കുന്ന പ്രസ്ഥാനമാണ് കേരളത്തിലെ ജനങ്ങൾ കൗതുകത്തോടെ നോക്കുന്നത്. അതായത് ദാരിദ്ര്യം, അനീതി, ഒറ്റ വാക്ക്, ദാരിദ്ര്യം, അനീതി, ചൂഷണം തുടങ്ങിയ യഥാർത്ഥ വേദനകൾ മറക്കാൻ ജനങ്ങൾക്ക് താൽക്കാലിക ആശ്വാസം നൽകുന്ന മയക്കുമരുന്ന് പോലെയാണ് മതം. ഇത് വിശ്വസിക്കുന്ന ആരാണ്? ചൂഷണവും അസമത്വവും നിലനിൽക്കുന്ന സമൂഹത്തിലാണ് മതങ്ങൾ ശക്തമാകുന്നത്. അനീതിയെ നിലനിർത്താൻ മതം സഹായിക്കുന്നു. ചൂഷണത്തിനെതിരെ തുല്യ മാർക്സിസം പറയണ്ട. ഈ മുസ്ലിം ലീഗ് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. താങ്കൾ മാർക്സിസം പറയണ്ട. അത് വിശാലമായി ഹൃദയമില്ലാത്ത ലോകത്ത് ചിലപ്പോൾ ഹൃദയമാകും മനുഷ്യൻ. അദ്ദേഹം ഒരു സോഷ്യൽ സയന്റിസ്റ്റ് എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞിരുന്ന പല കാര്യങ്ങളുമാണ് മാർക്സ് പറഞ്ഞത്. അത് വിടൂ. ഈ മുസ്ലിം ലീഗിന്റെ വർഗീയത പറയുമ്പോൾ അതിലേക്ക് പോകേണ്ട കാര്യമില്ല. ഇവിടെ മുസ്ലിം ലീഗിന്റെ വർഗീയത ഞാൻ നിഷ്പക്ഷമായി ശ്രീ ബി റജി, താങ്കൾ വളരെ പരിണിതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നിരീക്ഷകനാണ്. ഗവൺമെൻറ് സർവീസിലടക്കം തുടർന്നു വന്നിരുന്ന ഒരാളായിരുന്നു, റിട്ടയർഡായെങ്കിൽ പോലും. അങ്ങനെയുള്ള ഒരു വ്യക്തിയോട് ഞാൻ ചോദിക്കുകയാണ്, KM ഷാജി മതമാണ് പ്രശ്നമെന്ന് ഈ മതേതര ലോകത്ത് പറയുകയാണ്. മുസ്ലിങ്ങൾക്ക് അവകാശങ്ങൾ നേടിക്കൊടുക്കുക, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് നഷ്ടമായത് നേടിക്കൊടുക്കാൻ, അല്ലെങ്കിൽ ഈ പണി രാജിവെച്ച് പുറത്തു പോകും മുസ്ലിം ലീഗ് എന്ന് പറയുകയാണ്. അതിലൊരു വർഗീയതയും റജി കാണുന്നില്ലേ? നോക്കൂ, അതാ പറഞ്ഞ കോണ്ടെക്സ്റ്റ് നമ്മൾ നോക്കണം. അതാണ് കോണ്ടെക്സ്റ്റ്. മുസ്ലിം ആ കോണ്ടെക്സ്റ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിനെ കാണരുത്. എന്താണ് കോണ്ടെക്സ്റ്റ്? KM ഷാജി പറഞ്ഞത് രണ്ട് മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട രണ്ട് വേദികളിലാണ്, പൊതുവേദിയാണത്, മുസ്ലിം ലീഗുകാരുടെ ഒരു പൊതുവേദി. നോക്കൂ, തങ്ങളുടെ സമുദായത്തിലുള്ളവർക്ക്
നേട്ടമുണ്ടാക്കുന്ന തരത്തിൽ നേതാക്കന്മാർ എന്താണ് പ്രവർത്തിക്കാൻ തയ്യാറാകണമെങ്കിൽ സമുദായത്തിന് നല്ലതാണ് എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ അതിനകത്തൊരു വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമായി നമുക്കിതിനെ കരുതാൻ കഴിയില്ല. അതായത് മുസ്ലിം ലീഗിന് UDF സീറ്റ് നൽകുന്നത്, മുസ്ലിം ലീഗിനെ UDFന്റെ ആൾക്കാർ തിരഞ്ഞെടുത്ത് അങ്ങോട്ട് അധികാരത്തിലേക്ക് അയക്കുന്നത് മുസ്ലിം സമുദായത്തിന് നേട്ടമുണ്ടാകാനാണ്, അല്ലെങ്കിൽ ആ പണി രാജിവെച്ച് മുസ്ലിം ലീഗ് പോകണം. ഈ പറഞ്ഞതിൽ വർഗീയത ഇല്ലേ റജി? നോക്കൂ, പണി രാജിവെച്ച് ആ പറഞ്ഞ കോണ്ടക്സ്റ്റ് വ്യതിചലിച്ച് പറയരുത്. ഏത് കോണ്ടക്സ്റ്റിലായാലും വർഗീയത തന്നെയല്ലേ? അതിനെ ഒരു വർഗീയ പരാമർശമായിട്ട് നമ്മൾ കാണാൻ കഴിയില്ല. അതാണ് പ്രശ്നം. എന്റെ പോയിന്റ് സമുദായത്തിലുള്ളവർക്ക് ഒരു പ്രതീക്ഷ നൽകുന്ന, ഒരു പ്രത്യാശ നൽകുന്ന, വികാരത്തിന്റെ ഭരണവിരുദ്ധ വികാരത്തിന്റെ പ്രത്യക്ഷ ഉദാഹരണമായിട്ടാണ് അദ്ദേഹം ഈ പദം പ്രയോഗിച്ചിട്ടുള്ളത്. അവിടെ ഈ ഭരണവിരുദ്ധ വികാരത്തിന്റെ അതിശക്തമായ ആ ഉന്നതിയിൽ നിന്നുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു വാക്കുകളാണ്. അതിനെ ആ ഒരു കോണ്ടക്സ്റ്റിൽ റജി പറഞ്ഞത് കറക്റ്റാണ്.